നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ? അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനുള്ള പാക്കാണ്. എവിടേക്കെങ്കിലും പോകുമ്പോഴായിരിക്കും നമ്മുടെ മുഖം എന്നും നല്ല ഗ്ലോയോട് കൂടി ഇരിക്കുന്നത്. പോവാൻ വിചാരിച്ച ദിവസം അന്ന് മൂടി കെട്ടിയിട്ടായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് മാറാൻ അപ്പളേക്കപ്പളേ നമുക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്കാണ്. പെട്ടെന്ന് ടാൻ മാറും, സ്കിൻ നല്ലപോലെ വെളുക്കും. ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾ പിന്നെ ഇത് വിടുകയില്ല. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. ഞാൻ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഉപയോഗിക്കണം ഒരു എന്താ പറയുക പാക്കാണിത്. അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത് നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുവച്ചാൽ എൻ്റെ പേര് ദീപ എന്നാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയിട്ട് വന്നാലോ. വേറെ ഒന്നുമല്ല, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ തക്കാളി ജ്യൂസാണിത് കേട്ടോ. ഒരു പകുതി തക്കാളി ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് നിങ്ങൾക്ക് മിക്സിയിൽ അരക്കുക എങ്ങനെ വേണിച്ചാലും ചെയ്യാം. ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ട് തക്കാളി. ഇനി നമ്മൾ തക്കാളി എന്തിനാണെന്ന് വെച്ച് കൊണ്ടുപോകുന്നത് പെട്ടെന്നാണ് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഇത് സഹായിക്കുന്നത്. പെട്ടെന്നൊരു ഗ്ലോ കിട്ടും, നല്ലപോലെ വെളുത്തതായിട്ട് തോന്നും. നമ്മൾ വെറുതെ തക്കാളി നമ്മളൊരു സ്കിന്നിനൊരു മസാജ് കൊടുത്താൽ. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുമ്പോൾ ഇരട്ടിയാണ് ഫലം. വേറെ ഒന്നുമല്ല, 2 രൂപയുടെ ഒരു കോഫി പൗഡർ, ഒരു പാക്കറ്റ് കോഫി പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യം മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങൾ ഏത് മഞ്ഞളാണോ സ്കിന്നിൽ ഉപയോഗിക്കുന്നത് അതെടുക്കുക. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മഞ്ഞൾ നമ്മൾ ഉണക്കി പൊടിച്ച മഞ്ഞളാണ്, കസ്തൂരി മഞ്ഞളല്ല. കസ്തൂരി മഞ്ഞൾ വെച്ച് തീർച്ചയായും എനിക്ക് കസ്തൂരി മഞ്ഞൾ എടുക്കുക. എൻ്റെ അത് കഴിഞ്ഞ കൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ ഉണക്കി പൊടിച്ച പച്ച മഞ്ഞൾ ഉണക്കി പൊടിച്ചതാണ് എടുക്കുന്നത് കേട്ടോ. ഈ 3 ഐറ്റംസ് മതി നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന്. ഇതെല്ലാവരുടെ അടുക്കളയിലുള്ളതാണ്. നിങ്ങൾ തീർച്ചയായും ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയാണ് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. അത്രയും റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയണത്. നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രേ വേണ്ടുള്ളൂ സാധനം. ഇനി നമുക്കിത് എന്ത് ചെയ്യണമെന്ന് വെച്ചുകൊണ്ടുകൊണ്ട് ഇത് വയ്ക്കട്ടെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകൊണ്ടുകൊണ്ട് നമ്മളൊരു മസാജ് കൊടുക്കണം ആദ്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സ്കിന്നിൽ എപ്പോഴും ഒരു മസാജ് കൊടുക്കണം. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നമ്മുടെ സ്കിന്നിനൊരു പെട്ടെന്നൊരു ഗ്ലോ കിട്ടാനും പെട്ടെന്ന് റിസൾട്ട് കിട്ടാനും ഒക്കെ സഹായിക്കും കേട്ടോ. ചില ദിവസം നമ്മുടെ മുഖം നല്ല കളർ തോന്നും നമുക്ക്, ചില ദിവസം ആകെ മൂടി കെട്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, ഇതിങ്ങനെ എടുക്കുക. അതിന് ശേഷം നമ്മുടെ മുഖത്ത് ഒരു മസാജ് കൊടുക്കുക. തക്കാളി ജ്യൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജ്യൂസായിട്ടാണ് വരിക. പൊട്ടൊക്കെ മാറ്റി കൊടുക്കുക. നമുക്കൊരു മസാജ്, നല്ലൊരു മസാജ് കൊടുക്കുക. ആഴ്ചയിലൊരു 2 വട്ടമൊക്കെ നിങ്ങൾക്കിത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. സ്കിൻ എപ്പോഴും നല്ല വെളുത്ത് ഗ്ലോയോട് കൂടി ഇരിക്കാൻ അത് സഹായിക്കും. ഇനി നമുക്ക് ഞാനിപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒരു മസാജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി നമുക്ക്. എപ്പോഴും നമ്മൾ ഒന്നല്ലെങ്കിൽ ഒരു മസാജ് കൊടുക്കണോണ്ട് തന്നെ, അതുപോലെ തന്നെ ഓയിൽ മസാജ് ചെയ്യണോണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് എപ്പോഴും മസാജ് കിട്ടുന്നുണ്ട്. ഡെയിലി ചെയ്യണവർക്ക്. ഇനി ഡെയിലി ചെയ്യാത്തവരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 5 മിനിറ്റ് വരെയൊക്കെ ഒരു മസാജ് കൊടുക്കുക. നമ്മുടെ സ്കിന്നിക്ക് ഏറ്റവും നല്ലതാണ്. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കഴുത്തിലും കൂടി ഇടാം കേട്ടോ. ഞാനിപ്പോൾ കഴുത്തിലിടുന്നില്ല. നമുക്ക് ഈ പാക്ക് ഇത്തിരി കട്ടിക്ക് മുഖത്ത് ഇട്ട് കൊടുക്കുക.
ഇതിങ്ങനെ ജ്യൂസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ജ്യൂസ് ഒറ്റി വന്നു എന്ന് വരും. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് കടലമാവോ അരിപ്പൊടി ഇട്ടിട്ട് നിങ്ങളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒലിച്ച് വരില്ല കേട്ടോ. ഇനി നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് റിസൾട്ട് നോക്കാം. എൻ്റെ മുഖത്ത് ഞാനിപ്പോൾ ഇതിട്ടിട്ട് 15 മിനിറ്റ് ആയി കേട്ടോ. ഞാനിപ്പോൾ ഇത് കഴുകി കളയാണ്. എൻ്റെ സ്കിന്നിൽ അതൊക്കെ നല്ലപോലെ ഡ്രൈ ആയി പിടിച്ചു. ഇനി ഞാനിത് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് വന്നു. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട്ടു. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി അത്ര പറ്റാത്തവരാണെന്ന് വെച്ചാൽ പാടെ ഉപേക്ഷിക്കുക, ഒന്നും ഇടേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി പറ്റണവരാണെന്ന് വെച്ചാൽ മഞ്ഞ കളർ ഇപ്പം എൻ്റെ മുഖത്തില്ല. ചിലവർക്ക് ഒട്ടും ആ ഒരു മഞ്ഞ കളറേ ഇഷ്ടമില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ വെറും ഒരു പിഞ്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. നല്ല അടിപൊളിയായിട്ട് മുഖം വെളുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തെ നോക്കുമ്പോൾ മനസ്സിലാവും നല്ല നല്ല കളറാണ് കിട്ടിയേക്കണത്. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് മുഖം വെളുക്കാൻ ഈ ഒരു പാക്ക് നല്ല അടിപൊളിയാണ്. ആഴ്ചയിൽ 2 വട്ടം വെച്ച് ഉപയോഗിച്ചാൽ തന്നെ നമ്മളിത് എപ്പോഴും ഉപയോഗിക്കണമല്ലോ. നമ്മുടെ സ്കിൻ എപ്പോഴും നമുക്ക് ആ ഒരു വെളുപ്പ് നിലനിർത്താൻ പറ്റും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാൻ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.